ഹായ് മൈ ഡിയർ ഫാമിലി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു വെറൈറ്റി പലഹാരം ഉണ്ടാക്കിയാലോ? കാണാൻ കളർഫുള്ളാണല്ലേ, ഹെൽത്തിയുമാണ് കേട്ടോ. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ ബീട്രൂട്ട്, ക്യാരറ്റ്, പിന്നെ കുറച്ച് ശംഖുപുഷ്പത്തിൻ്റെ പൂക്കളാണ്. ഇത് മൂന്നും ഉപയോഗിച്ചാണ് നമുക്ക് ഇന്നത്തെ റെസിപ്പി ചെയ്യേണ്ടത്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ബീട്രൂട്ട് ഒന്ന് തോലൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ടെടുക്കാം. ശേഷം ക്യാരറ്റ് ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ബീട്രൂട്ടെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ശേഷം ക്യാരറ്റ് ഞാൻ നമ്മുടെ മിക്സി ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, അത് അരിക്കുന്നില്ല കേട്ടോ. ശേഷം അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര ചീവി ചേർക്കുന്നുണ്ട്. കൂടെ ഏലക്ക പൗഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബീട്രൂട്ടും കൂടെ അതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് അരിച്ച് എടുക്കാവുന്നതാണ്. ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കും നമ്മുടെ ശർക്കര പിന്നെ നമ്മുടെ ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഗ്യാസ് കത്തിക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ബീട്രൂട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. ആ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒന്ന് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ഒരു നുള്ള നെയ്യും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് നമ്മുടെ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എന്തുമാത്രം ജ്യൂസാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ കണക്കിന് അരിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റാം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഉടച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. ശേഷം മറ്റൊരു പാത്രം വെച്ചിട്ട് നമ്മുടെ ക്യാരറ്റ് അരച്ചത് അതിലേക്ക് ചേർക്കുന്നുണ്ട്. അതും ഒന്ന് തിളച്ച് വരുമ്പോൾ നെയ്യ് ചേർക്കുന്നുണ്ട്. ഉപ്പുപൊടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് തിള വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരിപ്പൊടി അതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഞാൻ വച്ചേക്കുന്ന കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ പൂക്കൾ നന്നായിട്ട് കഴുകി ഇടുന്നുണ്ട്. ഞാനൊരു 10-20 ശംഖുപുഷ്പം അടുപ്പിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ പൂക്കളെല്ലാം ഒന്ന് കോരി മാറ്റുന്നുണ്ട്. ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് അരിപ്പൊടിയും ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഞാൻ എടുത്ത അരിപ്പൊടിയിലേക്ക് ശർക്കര അതിലോട്ട് ഡയറക്റ്റ് ചീവി ചേർക്കുക ചെയ്തേ. നിങ്ങൾക്ക് ഈ ശംഖുപുഷ്പം തിളപ്പിക്കുന്ന കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ശർക്കര ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് അരിഞ്ഞിട്ടിട്ട് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ശംഖുപുഷ്പത്തിൻ്റെ വെള്ളം കൂടെ ഒഴിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം. അങ്ങനെ നമ്മുടെ 3 കളർഫുൾ ദോയുടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രം വെച്ച് അതിലേക്കൊരു സ്കെയിലർ റൗണ്ട് ഷേപ്പിന് വെട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന നമ്മുടെ മാവിനെ അതോടുമായിട്ടൊന്ന് പരത്തി വെച്ചു. എന്നാൽ ഒട്ടും കട്ടിയില്ലാണ്ട് ആവരുത്. ആ ഒരു പരുവത്തിൽ നമുക്കൊന്ന് നിരത്തി 3 അടുക്കടുക്കായിട്ടൊന്ന് വെച്ച് കൊടുക്കാം.
അറേഞ്ച് ചെയ്യണേക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരണം നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ. ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കാത്ത കുട്ടികളെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്കിതെല്ലാം ഒന്ന് കഴിപ്പിക്കാം. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാവുകയും ചെയ്യും. എന്താണ് സാധനമൊന്നും അറിയത്തുമില്ലല്ലോ. പിന്നെ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആ പരത്തി വെച്ച മാവ് ഒന്ന് ഇറക്കി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പാത്രം വെച്ച് ഒരു തട്ട് കമഴ്ത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഒരു 10-20 മിനിറ്റ് അതൊന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞ ഉള്ള ഒരവസ്ഥയാണ്. പിന്നെ ബീട്രൂട്ടിൻ്റെ കളർ എന്തായാലും ചേഞ്ച് ആവും, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ബീട്രൂട്ടിൻ്റെ കളർ മാത്രം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് അന്ന് കിട്ടും. എല്ലാവരും വീട്ടിൽ കുട്ടികൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാവും. നമ്മുടെ ആ വെജിറ്റബിൾസിൻ്റെ ടേസ്റ്റ് ഒന്നും അറിയത്തുമില്ല. കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്, നല്ല എമ്മിയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഇഷ്ടമായാലും ഇല്ലെങ്കിലും അഭിപ്രായം പറയുക. താങ്ക് യു.